പുതിയതായിട്ടൊരു വീട് പണിയുമ്പോൾ നമ്മൾ വാസ്തു അനുസരിച്ച് വേണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ഉത്തരം പറയും വാസ്തു അനുസരിച്ച് തന്നെ വേണം നമ്മളുടെ ഒരു പുതിയ വീട് ചെയ്യുമ്പോൾ ചെയ്യാനെന്ന്. കാരണം നമ്മൾക്ക് വാസ്തു അനുസരിച്ച് നമ്മൾക്കൊരു വീട് പണിയുമ്പോൾ അതിനെ കൃത്യമായിട്ട് വാസ്തു അനുസരിച്ച് ഓരോ റൂമുകൾക്കും കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. അത് നമ്മൾക്ക് അടുക്കളയുടെ സ്ഥാനമായാലും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനമായാലും അതുപോലെ പൂജാ റൂമായാലും ഊണുമുറി ആയാലും എല്ലാത്തിനും കൃത്യമായിട്ട് വാസ്തുവിൽ അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനകത്ത് കൃത്യമായിട്ടുള്ള നല്ല വെളിച്ചവും ശുദ്ധവായുവും ഒക്കെ കിട്ടാനുള്ള സാധ്യത. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ പഴയ വീടുകൾ, ഒരു 25-30 വർഷം ബാക്കിലോട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ പഴയ ഓടിട്ട വീടുകളൊക്കെ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് വാസ്തു നോക്കി തന്നെ ചെയ്ത വീടുകളായിരിക്കും. അതിനുള്ളിൽ കയറുമ്പോഴുള്ള ഒരു സുഖം മിക്കവാറും നമ്മൾക്ക് പുതിയ പല കോൺക്രീറ്റ് വീടുകളിലും കയറുമ്പോൾ കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം തന്നെ അത് കൃത്യമായിട്ട് വാസ്തു അനുസരിച്ച് അത് ഓരോ സാധനങ്ങളും കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ പറയാൻ പറ്റും. അതാണ് പുതിയ പല വീടുകളിലും നമ്മൾ എത്ര നല്ല വീടുകൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാലും ചില വീടുകളിൽ നമ്മൾക്ക് വാസ്തു അനുസരിച്ച് അല്ലാണ്ട് ചെയ്യുന്ന വീടുകളിലൊക്കെ തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അല്ലാതെ അത് കൃത്യമായിട്ട് ചെയ്യുന്ന വീടുകളിലെല്ലാം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കാണും. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലായിട്ടും നമ്മളുടെ ഡിസൈനുകളെല്ലാം വരുമ്പോൾ അതിൻ്റെ കൃത്യമായ സ്ഥാനങ്ങൾ വാസ്തു അനുസരിച്ച് അല്ലെങ്കിൽ തച്ചുശാസ്ത്ര വിധി പ്രകാരമുള്ള എല്ലാ കണക്കുകളും നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഏതൊക്കെ റൂമുകൾ എവിടെയൊക്കെ വേണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുകയും അത് പണിയുകയും ചെയ്യുന്നു.